അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റ് കേട്ടോ, പുതിയ സൈറ്റിൽ നിന്ന് തുടങ്ങും കേട്ടോ. കണ്ടോ, ബാക്കിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ വന്ന് എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ ചാറ്റമഴ പെയ്തു കേട്ടോ. അപ്പം ചാറ്റമഴ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് രണ്ടാമത് തുടയ്ക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. നമ്മൾ ടിന്നറിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കണം. എല്ലാ പൈപ്പും ടിന്നറിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓയിലെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പെയിൻ്റ് അടിക്കാറുള്ളൂ. കണ്ടോ, ഇതെല്ലാം ടിന്നറിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചേക്കണതാണ്. പിന്നെ നമ്മൾ മഴയ്ക്കൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ, കറുത്ത പ്ലാസ്റ്റിക്. പെയിൻ്റ് അടിച്ച് ഇടുന്നതനുസരിച്ച് നമ്മൾ മൂടി ഇടുക കേട്ടോ. അല്ലെങ്കിൽ ചെറുതായിട്ട് ഓടി മഴ വരുവാണല്ലോ ഇപ്പം. അപ്പം അതൊന്നും നടക്കില്ല. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ രാവിലെ തുടയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന പൈപ്പാട്ടോ. ഇത് ടിന്നറിട്ട് തുടയ്ക്കാനുള്ളതാണ്. ടിന്നറിട്ട് വേസ്റ്റിൽ ടിന്നർ മുക്കിയിട്ടാട്ടോ നമ്മൾ തുടയ്ക്കണം. ടിന്നർ മുക്കി നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഓയിൽ മൊത്തം പോയതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻ്റ് അടിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ പുതിയ സൈറ്റ് തുടങ്ങി. സൈറ്റ് ഇതൊരു കോടി വേച്ചിലാട്ടോ. കോടി എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു കാണുന്ന ലെവലുണ്ടോ, ഈ ഒരു ലെവൽ ഇങ്ങനെയാട്ടോ വീടിൻ്റെ ഷേപ്പ് തന്നെ. കണ്ടോ, ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു കോടി വെച്ചിട്ട് ഇങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് ഈ ഫ്രണ്ടിലോട്ട് സെപ്പറേറ്റ് ഒരു കോടി വരും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ പരമാവധി ചാട്ടം കിട്ടാൻ പാകത്തിന് ഇവിടേക്ക് ഈ താഴെയായിട്ട് നമ്മൾ ലെഗ് കൊടുക്കണം. ഇവിടെയും അവിടെയും ലെഗ് കൊടുത്ത്, അപ്പുറയും ലെഗ് കൊടുത്ത്, പിന്നെ അങ്ങോട്ടും ഒരു കോടി വരും. ആ വശത്തേക്ക് തള്ളിയിരിക്കണതിൻ്റെ പേരിൽ അങ്ങോട്ടും ഒരു കോടി വരും, ഫ്രണ്ടിലോട്ടും ഒരു കോടിയുണ്ട്, പിന്നെ ഇങ്ങോട്ടും ഒരു കോടി. അങ്ങനെ 3 സ്ഥലത്തേക്ക് കോടിയുണ്ട്. അങ്ങനെയാട്ടോ നമ്മുടെ ഇവിടുത്തെ വർക്ക് വരുന്നത്. JSWൻ്റെ ഷീറ്റും അപ്പോളോടെ കണ്ടോ, അപ്പോളോടെ 1.5 APL അപ്പോളോ 1.5 പൈപ്പും, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x3 സ്ക്വയർ ആട്ടോ. റൗണ്ട് പൈപ്പിനേക്കാളും കാണാൻ ലുക്ക് ഇതുണ്ടോ. 3x3 1.5 പൈപ്പാട്ടോ ലെഗ് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു 6.5 അടി ഹൈറ്റ്, 6.5 7 അടി ഹൈറ്റ്, 7 അടി ഹൈറ്റ് സൈഡും കൊടുത്ത് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ 7 അടി ഹൈറ്റ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഈ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇത്ര ഇറങ്ങിയാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിയുള്ള തറേനേക്കാളും ബാക്കിയുള്ള ഇതുണ്ട്, ഒരു 2.25 അടി 2.5 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതായിട്ട് നമ്മുടെ മറ്റേ മുകളിലത്തെ ഏരിയ. താഴത്തെ ഏരിയ ആയിട്ട് 2.5 അടി ഹൈറ്റ് വരുന്നുണ്ട്. നമ്മളിവിടെയും ഈ ഭാഗത്തേക്ക് ലെഗ് കൊടുത്തിട്ടാണ് ഷീറ്റ് ഇടുന്നത്. അപ്പം നമുക്ക് അവിടെ 7 അടി കൊടുത്ത് ഇവിടെ ഒരു 9 അടി, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു 9 അടി കൊടുത്ത് ഇവിടെ 11 അടി, ഭയങ്കര ഹൈറ്റായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ അവിടെ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചേക്കണം. പിന്നെ ഈ ടാങ്കിൻ്റെ സ്റ്റാൻഡ് നമുക്ക് കട്ട് ചെയ്ത് താഴത്തോട്ട് ഇറക്കണം. ടാങ്കിൻ്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് കൂര കൊടുക്കേണ്ടതാണ് ആൾ പറഞ്ഞത്. അപ്പം നമ്മളത് ടാങ്കിൻ്റെ സ്റ്റാൻഡ് അത്രയും ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 7 അടിക്ക് താഴെ നിൽക്കണ പോലെ ഈ സെൻറ്ററിലോട്ട്, അതായത് ഈ സെൻറ്റർ പോർട്ടിലോട്ട് നമുക്ക് ടാങ്കിൻ്റെ സ്റ്റാൻഡ് ആക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന നല്ല വീഡിയോകൾ. അതേപോലെ നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് STയുടെ തന്നെ കേട്ടോ. ഇവിടെയും ഈ സൈറ്റിൽ നമ്മൾ STയുടെ പെയിൻ്റാണ് അടിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പ്ലേറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് 6 ഇഞ്ച് വാഷർ, സ്ക്വയർ ട്യൂബിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയുള്ള 6 ഇഞ്ച് വാഷർ. പിന്നെ നമ്മൾ മഴക്കാലത്തും അല്ലാതെ എപ്പോഴും ഒത്തിരി പൈപ്പുകളുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 8 ഇഞ്ചിൻ്റെ റോളറാട്ടോ. റോളറും എല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പം ഓക്കെ, നമ്മളൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ പേജിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കും. ഓക്കെ, താങ്ക് യു.